അപ്പോൾ അവിടെ വലിയ പോരാട്ടം ആയിരുന്നു മധ്യ കേരളത്തിൽ നടന്നത്. പ്രത്യേകിച്ച് എറണാകുളം മണ്ഡലത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ ഒന്നടങ്കം ഇടത് ആവർത്തന തരംഗം ആയിരുന്നുവെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ എറണാകുളം ജില്ലയടക്കം പ്രസക്തമാണ്. എറണാകുളം ജില്ലയെക്കുറിച്ച് നമുക്ക് വിശദമായി പരിഗണിക്കേണ്ടതുണ്ട്. വീണ്ടും നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഈ വാർത്താ സമ്മേളനത്തിലാണ് കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നത്. 5 സംസ്ഥാനങ്ങളിൽ എത്ര ഘട്ടമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തി. കാരണം രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥാനാർത്ഥി നിർണയവും ഒരുക്കങ്ങളുമാണ് പ്രധാനമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകരോട് എടുത്തു പറയേണ്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്ത്യയിൽ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും നടക്കുന്ന തെരഞ്ഞെടുപ്പ് അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. ഉദ്യോഗസ്ഥ നിയമനങ്ങൾ കൃത്യമായി നടത്തേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥരുടെ സ്ഥാനമാറ്റങ്ങൾ അതോടൊപ്പം തന്നെ സ്ഥലം മാറ്റങ്ങൾ അതിനു മുമ്പ് പൂർത്തീകരിക്കേണ്ടതുണ്ട്. കൃത്യമായി സേനാ വിഭാഗങ്ങളെ സജ്ജമാക്കേണ്ടതുണ്ട്. സംസ്ഥാന പോലീസിനോടൊപ്പം തന്നെ കേന്ദ്ര സേനയെ വിന്യസിക്കേണ്ടതുണ്ട്. നേരത്തെ രഞ്ജിത്ത് രാമചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഓരോ സംസ്ഥാനങ്ങളിലെയും ഫെസ്റ്റിവലുകൾ കണക്കിലാക്കേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ തന്നെ കേരളത്തിൽ നോമ്പ് സമയമാണ് എന്ന് നമുക്കറിയാം. ഇതിനുശേഷം നമ്മളൊരു ഈസ്റ്റർ ആഘോഷത്തിലേക്ക് പോവുകയാണ്. അതിനുശേഷമാണ് വിഷു ആഘോഷം ഉണ്ടാകുന്നത്. മലയാളികളെ എല്ലാവരെയും തന്നെ സ്വാധീനിക്കുന്ന മറ്റൊന്നാണ് തൃശ്ശൂർ പൂരം. അപ്പോൾ ഇങ്ങനെ പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും അസമിലും പുതുച്ചേരിയിലുമെല്ലാം ഇത്തരം ആഘോഷങ്ങളുണ്ട്, ഉത്സവ സീസണുകളുണ്ട്. ഇതെല്ലാം വിശദമായി പരിശോധിച്ച് അത്തരം ദിവസങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് വേണം ഈ ഒരു പട്ടിക തയ്യാറാക്കാൻ. അങ്ങനെ 1 മുതൽ 8 ഘട്ടങ്ങൾ ആയിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഒരുപക്ഷെ ഇത്തവണ ആ ഘട്ടങ്ങൾ കുറച്ചേക്കാം എന്ന സൂചനയുണ്ട്. അതല്ല എങ്കിൽ പശ്ചിമ ബംഗാളിൽ ഘട്ടങ്ങൾ കൂടിയേക്കാം എന്ന സൂചനയുമുണ്ട്. അതിൽ ഏത് ഘട്ടത്തിലായിരിക്കും കേരളം വിധി എഴുതാൻ പോകുന്നത് എന്നതാണ് പ്രധാനം. ഇപ്പോൾ വി അരുൺ കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. കാരണം ചരിത്രത്തിൽ ആദ്യമായി ഒരു മുന്നണി തുടർഭരണം നേടി. ഇനി 3ാം ടേം ആണ് പിണറായി വിജയൻ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ രാഷ്ട്രീയമായ നിലനിൽപ്പ് UDFന് പ്രധാനമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ഇതിൽ പരാജയപ്പെട്ടാൽ പിന്നീട് ഒരു തിരിച്ചുവരവ് കേരളത്തിൽ സാധ്യമാണോ എന്ന ഭയം നിലനിൽക്കുന്ന സാഹചര്യം. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് നിയമത്തുണ്ടായിരുന്ന അക്കൗണ്ട് പൂട്ടിച്ചു. അത് തുറക്കുക എന്നത് മാത്രമല്ല കൂടുതൽ സീറ്റുകളിൽ വിജയം ഉറപ്പിക്കുക എന്ന ലക്ഷ്യം. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് തീയതിയാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അരുൺ, അതെ, തീർച്ചയായിട്ടും 3 മുന്നണികൾക്കും 3 രീതിയിൽ ഏറ്റവും നിർണായകമാണ് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്തെ ഭരണമുന്നണി, ഇടതുമുന്നണി, അവർക്ക് തുടർച്ചയായ 3ാം ഭരണം എന്ന സ്വപ്നമാണ്. സംസ്ഥാന ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ, ഒരിക്കലും കേരളം വിചാരിക്കാത്ത തരത്തിലാണ് കഴിഞ്ഞ 2016 പിന്നാലെ 21 ഇടതുമുന്നണി അധികാരത്തിൽ വന്നത്. വലിയ രാഷ്ട്രീയ തിരിച്ചടികൾ ഉണ്ടായ സമയത്ത് പോലും വലിയ തിരിച്ചുവരവാണെന്ന് ഇടതുമുന്നണി നടത്തിയത്. കോവിഡും അതുപോലെ തന്നെ പ്രളയകാലത്തുമൊക്കെ സർക്കാർ സ്വീകരിച്ച നടപടികൾ അതൊക്കെ ഈ തിരിച്ചുവരവിന് അല്ലെങ്കിൽ നിലനിർത്താൻ സഹായകമായി എന്ന വിലയിരുത്തലുണ്ടെങ്കിൽ പോലും അത് രാഷ്ട്രീയ അത്ഭുതം തന്നെയായിരുന്നു. സംസ്ഥാനത്ത് മാറി 5 വർഷം മാറി വരുന്ന മുന്നണി ഭരണം എന്ന പരമ്പരാഗത സംവിധാനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഉടച്ചു വാർത്തുകൊണ്ട് ഇടതുമുന്നണി പിണറായി വിജയൻ നേതൃത്വത്തിൽ വീണ്ടും അധികാരത്തിൽ വന്നത്. ആ ഒരു റെക്കോർഡിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇടതുമുന്നണി പിണറായി 3.0 എന്ന പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്, വലിയ തിരിച്ചടിയുണ്ട്. പക്ഷേ അതൊന്നും കാര്യമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിത്രം അമ്പയെ മാറും. വലിയ വിജയത്തിലേക്ക് ഇടതുമുന്നണി എത്തിച്ചേരും. 110 സീറ്റ് ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകാനാണ് ഇടതുമുന്നണിയോട് CPMന്റെ പൊളിറ്റ് ബ്യൂറോ കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ ലക്ഷ്യമിട്ടാണ് ഇടതുമുന്നണി മുന്നോട്ട് പോകുന്നത്. ഈ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി നേരത്തെ വ്യക്തമാക്കിയത്. ആ രീതിയിലാണ് ഇടതുമുന്നണിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇടതുമുന്നണിക്ക് ഭരണം നിലനിർത്തിയേ മതിയാകൂ. ഇടതുമുന്നണിക്ക് കേരളത്തിൽ ഭരണം നഷ്ടപ്പെട്ടാൽ ഒരു സംസ്ഥാനത്തും ഭരണമില്ലാത്ത പാർട്ടിയായി CPM ഉൾപ്പെടെയുള്ളവ മാറും. അത് ഒഴിവാക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഇടതുമുന്നണിക്കുള്ളത്. കോൺഗ്രസിന്റെ UDFനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തിരിച്ചുവരവില്ലെങ്കിൽ ഇനി ഇല്ല എന്ന അവസ്ഥയിലേക്ക് അവർ പോകും. 2 തവണ തുടർച്ചയായി 10 വർഷം അധികാരത്തിന് പുറത്തു നിൽക്കുന്നത് കോൺഗ്രസിനെ പോലെ അവരുടെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. അതിന്റെ വലിയ അസ്വാരസ്യങ്ങളുണ്ടാകും. ഒരുപക്ഷെ ഈ ഒരു തവണ കൂടി ഭരണത്തിൽ പുറത്തെത്തപ്പെട്ടാൽ ആ മുന്നണി സംവിധാനം തന്നെ പാടെ തകർന്നു പോകുന്ന
അവസ്ഥയുണ്ടാകും. അവസരം കാത്ത് BJP സംസ്ഥാനത്തുണ്ട്. അവരുടെ വോട്ട് വിഹിതം വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നു. ഇത്തവണ കേരളത്തിന്റെ മത്സര ചിത്രം തന്നെ മാറുമെന്നാണ് കഴിഞ്ഞ ദിവസവും BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പ്രഖ്യാപനം. 2016 അവർ നിയമത്തെ അക്കൗണ്ട് തുറന്നു. ഇത്തവണ അക്കൗണ്ട് തുറക്കുക മാത്രമല്ല, ഭരണത്തിൽ നിർണായക സ്വാധീനമായി സാന്നിധ്യമായി മാറുമെന്ന അവകാശവാദമാണ് BJPക്കുള്ളത്. അങ്ങനെ മൂന്ന് മുന്നണികൾക്കും ഏറ്റവും നിർണായകമാണ് തെരഞ്ഞെടുപ്പ്. മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥി നിർണയം അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തീർച്ചയായും ഭരണസ്ഥിരാ കേന്ദ്രമായ തിരുവനന്തപുരം ഉൾപ്പെടുന്ന തെക്കൻ കേരളത്തിന്റെ പൊതുവായ ഒരു രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ തീർച്ചയായും നേരത്തെ തന്നെ അവർ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു എന്നതാണ്. പക്ഷേ തിരുവനന്തപുരം പോലെയുള്ള നിയമസഭാ സീറ്റുകളിൽ ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല. തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെയാണ് BJPക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ എന്നതും എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും ഉൾപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളിൽ ഇത്തവണ വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് BJPയും പ്രതീക്ഷിക്കുമ്പോഴാണ് തെക്കൻ കേരളം ഇത്തവണ കരുത്തുറ്റ ഒരു പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ പോകുന്നത് മലബാറിലേക്കാണ്. മലബാറിൽ തന്നെ മലപ്പുറം ഉൾപ്പെടുന്ന മുസ്ലിം ലീഗിന് വളരെ കൃത്യമായ സ്വാധീനമുള്ള ഭൂപ്രദേശങ്ങളുണ്ട്. അവിടെ ചില മണ്ഡലങ്ങളുണ്ട്, ഉരുക്കുകോട്ടകൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന മണ്ഡലങ്ങൾ. അവിടെയടക്കം നേരത്തെ തയ്യാറെടുപ്പുകൾ നടന്നതാണ്. അപ്പോഴും ചില സീറ്റ് മാറ്റ ചർച്ചകൾ പൂർത്തിയായിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ CV അനുമോദാണ് മലപ്പുറത്ത് നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നത്. മലബാറിലേക്ക് വരുമ്പോൾ അവിടെ കോട്ടകൾ കാക്കുന്ന ലീഗ് കോട്ടകൾ ഉണ്ട്. ആ ലീഗ് കോട്ടകളിൽ അടക്കം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്താണ് പ്രതിഫലനമുണ്ടായത് എന്ന് എല്ലാവരും കണ്ടതാണ്. പക്ഷേ പലയിടത്തും വലിയ തിരിച്ചുവരവ് നടത്തേണ്ടതുണ്ട്. UDFനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അവർക്ക് അധികാരത്തിലേറണമെങ്കിൽ മലപ്പുറം പോലെയുള്ള ജില്ലകൾ, മലബാറിലെ ജില്ലകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാൻ സാധിക്കും. അവിടെ എത്രത്തോളം ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നു അനുമോദ്? തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മലബാർ ഒരുങ്ങിക്കഴിഞ്ഞു? അഭിലാഷ്, നമുക്കറിയാം മലബാർ എന്ന് പറയുമ്പോൾ UDFന്റെ ഏറെ പ്രതീക്ഷയുള്ള ഒട്ടേറെ മണ്ഡലങ്ങളുള്ള ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരുടെ ആധിപത്യം, അവരുടെ കോട്ടക്കൊത്തളം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് മലബാർ. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ 16-ൽ 12 മുസ്ലിം ലീഗാണ് മത്സരിക്കുന്നത്. 4 മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. കോഴിക്കോടാണെങ്കിലും കണ്ണൂരാണെങ്കിലും സമാനമായ രീതിയിൽ ലീഗിന് വലിയ ഒരു പങ്കാളിത്തം ഇവിടെയെല്ലാം ഉണ്ട്. UDFനെ സംബന്ധിച്ച് ലീഗ് നേടുന്ന സീറ്റുകൾ അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. 27 സീറ്റുകളാണ് ഇത്തവണ ലീഗ് മത്സരിക്കുന്നത്. 27 സീറ്റിൽ ഭൂരിഭാഗവും മലബാർ മേഖലയിലാണ്. പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾ, കാസർഗോഡ് ജില്ലകളായിട്ടാണ് ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും അധികം മലപ്പുറത്ത് തന്നെയാണ്. ഈ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ സീറ്റുകൾ നേടി. കഴിഞ്ഞ തവണ 15 സീറ്റുകൾ അവർക്ക് ലഭിച്ചുള്ളൂ. ഇത്തവണ അതിനേക്കാൾ സീറ്റുകൾ നേടണം എന്ന ഒരു ഉറച്ച തീരുമാനത്തിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ UDFനെ സംബന്ധിച്ച് സീറ്റ് വിഭജനം എന്നത് ഒരു തലവേദനയെ തുടരുന്ന സാഹചര്യം നിലവിലുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് കഴിഞ്ഞ 3 തവണയായിട്ട് കിട്ടാത്ത സീറ്റുകൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി പല സീറ്റുകളും വെച്ചുമാറുന്നതിന്റെ ആലോചനകളാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവമ്പാടിയും പട്ടാമ്പിയും വെച്ചുമാറാനുള്ള UDFന്റെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ചർച്ചയാണ്. ഇത് എവിടെയും എത്താത്തൊരു സാഹചര്യം നിലവിലുണ്ട്. ലീഗ് ഈ ഒരു തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകാൻ തയ്യാറാണ്. പക്ഷേ പകരം അവർ ആവശ്യപ്പെടുന്നത് പട്ടാമ്പിയാണ്. പക്ഷേ പട്ടാമ്പി വിട്ടുകൊടുക്കാൻ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ സീറ്റ് വെച്ചുമാറ്റത്തിന് ഒരു തലവേദനയായിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു തിരുവമ്പാടിയും പട്ടാമ്പിയും വെച്ചുമാറുന്നത് വൈകുന്നത് മലപ്പുറത്തെ പ്രധാനപ്പെട്ട ഒരു സീറ്റായി കോൺഗ്രസ് ഇത്തവണ കാണുന്ന തവനൂരിനെയും ബാധിച്ചിട്ടുണ്ട്. കാരണം തിരുവമ്പാടിയിൽ മത്സരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് മലപ്പുറത്തെ DCC അധ്യക്ഷനായ VS ജോയിയാണ്. VS ജോയ് തിരുവമ്പാടിയിലേക്ക് പോകുമ്പോൾ മലപ്പുറത്തെ തവനൂരിൽ സന്ദീപ് വാര്യർ, PT അജയമോഹന തുടങ്ങിയ നേതാക്കളായിരിക്കും മത്സരിക്കുക എന്നുള്ളൊരു ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ ഈ സീറ്റ് വെച്ചുമാറ്റം നടക്കാത്തതിനാൽ VS ജോയിയുടെ തിരുവമ്പാടിയിലേക്കുള്ള മാറ്റം ഉണ്ടാകുമോ എന്ന് ഉറപ്പ് പറയാനാകില്ല. അതുകൊണ്ട് തവനൂരിലേക്ക് ആര് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെ ലീഗും കോൺഗ്രസും തമ്മിൽ ഈ ഒരു സീറ്റിൽ ഉണ്ടാകുന്ന ഒരു വലിയ ചർച്ച അത് ഇനിയും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഒപ്പം തന്നെ കോങ്ങാട് ലീഗ് വെച്ചുമാറുമെന്ന് പറഞ്ഞിരുന്നു. കോങ്ങാടിന് പകരം അവർ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ബാലുശ്ശേരിയാണ്. ബാലുശ്ശേരിയും ഈ സീറ്റ് വെച്ചുമാറ്റം ഏകദേശം ധാരണയായെങ്കിലും പ്രഖ്യാപനത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ലീഗിനെ സംബന്ധിച്ച് ഈ സീറ്റ് വെച്ചുമാറ്റം പൂർത്തിയാക്കാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് നീങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം. ഇനി ലീഗിലേക്ക് വരികയാണെങ്കിൽ ലീഗ് ഇത്തവണ എത്ര സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. കാരണം സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രത്യേക നിരീക്ഷണത്തിലാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇത്തവണ ഉണ്ടാവുക. മുൻപൊക്കെ
കൂടിയാലോചനകൾ ഉണ്ടെങ്കിലും ചില സൂചനകളൊക്കെ നൽകുമായിരുന്നു. പക്ഷേ ഇത്തവണ പൂർണ്ണമായും സാദിഖ് ശിഹാബ് തങ്ങളുടെ ആലോചനയിലാണ് ഈ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. യുവാക്കൾക്കും വനിതകൾക്കും സീറ്റ് നൽകും എന്ന് മുസ്ലിം ലീഗ് പറയുന്നുണ്ട്. കൂടുതലായിട്ട് ആർക്കൊക്കെ നൽകും, ഏതെല്ലാം സീറ്റുകളാകും എന്ന കാര്യത്തിൽ ഇപ്പോഴും ചില സസ്പെൻസുകൾ നിലനിൽക്കുന്നു എന്ന് തന്നെ വേണം പറയുവാൻ. ആ ലീഗിന്റെ സിറ്റിംഗ് MLA-മാരിൽ 4-5 പേർ മാറി നിൽക്കേണ്ട സാഹചര്യം നിലവിലുണ്ട് എന്ന് തന്നെ വ്യക്തമായിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ വള്ളിക്കുന്നിലും അതുപോലെ തന്നെ തിരൂരങ്ങാടിയിലും മഞ്ചേരിയിലും മലപ്പുറത്തും സിറ്റിംഗ് MLA-മാർ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെ അറിയാൻ കഴിയുന്നു. ഒപ്പം കാസർഗോഡും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ്, കാസർഗോഡ് സീറ്റിലും മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. അത്തരത്തിൽ 5 സിറ്റിംഗ് MLA-മാർ മാറുമ്പോൾ പകരം ആർക്കെല്ലാം അവസരം നൽകുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട സീറ്റുകളിലേക്ക് കൂടുതൽ യുവാക്കൾക്ക് അവസരം നൽകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ആർക്കെല്ലാം ഈ വിജയസാധ്യതയുള്ള സീറ്റുകളിൽ ഏതെല്ലാം പ്രധാന നേതാക്കൾ മത്സരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 17 സീറ്റുകളിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ ധാരണയായി എന്ന തരത്തിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അന്തിമമായിട്ടുള്ള ഒരു ധാരണയിലേക്ക് എത്താൻ ഈ ഒരു സീറ്റ് വെച്ചുമാറ്റം പൂർണ്ണമായ തോതിൽ പ്രഖ്യാപനം നടത്തിയാൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് ലീഗ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ചൊവ്വാഴ്ചയോടെ, ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ മറ്റന്നാൾ ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാനാകുന്നത്. സിറ്റിംഗ് MLA-മാരിൽ ഭൂരിഭാഗം പേരും മത്സരിക്കാനുള്ളൊരു സാധ്യത തന്നെ കാണുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച സീറ്റുകളിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും സിറ്റിംഗ് MLA-മാർ തന്നെയായിരിക്കും മത്സരിക്കുക എന്ന സൂചന തന്നെയാണ് ഈ ഘട്ടത്തിലും വരുന്നത്. എന്നാരെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഭരണത്തിൽ തിരിച്ചെത്താൻ, UDF-നെ സംബന്ധിച്ച് ഭരണത്തിൽ തിരിച്ചെത്തുവാൻ ലീഗിന് നേടുന്ന സീറ്റുകൾ വളരെ നിർണായകമാണ് എന്ന് തന്നെയാണ് പറയാൻ. കഴിഞ്ഞ തവണത്തെ 15 എന്നുള്ളത് 20-ലേക്കാക്കി ഉയർത്തുവാനുള്ള തീവ്ര പരിശ്രമമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകൾ സമ്മർദ്ദപ്പെടുത്തി നേടാതെ വിജയസാധ്യതയുള്ള സീറ്റുകൾ പരമാവധി നേടി അവിടെ വിജയിച്ച് സ്ട്രൈക്ക് റേറ്റ് കൂട്ടി UDF-ൽ കൂടി ഒരു സ്വാധീനം, അവരുടെ ലീഗിന്റെ സ്വാധീനം ഉറപ്പിക്കുക എന്ന തന്ത്രമാണ് മുസ്ലിം ലീഗിന്റെ മുൻ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ലീഗ് നേടുന്ന സീറ്റുകൾ UDF-ന്റെ വിധി നിർണ്ണയിക്കുന്നതിൽ വളരെ നിർണായകമാകും. UDF ഭരണത്തിലേറുന്ന കാര്യത്തിലാണെങ്കിലും, അതിൽ ഭരണത്തിലേറിയാൽ അതിൽ ഭരണ പങ്കാളിത്തത്തിന്റെ കാര്യത്തിലാണെങ്കിലും മുസ്ലിം ലീഗിന്റെ സീറ്റുകൾ തന്നെയാകും ഏറ്റവും പ്രധാനപ്പെട്ടതായി ചർച്ച ചെയ്യേണ്ടി വരിക. അഭിലാഷ്, തീർച്ചയായും UDF-ന്റെ വിജയത്തിൽ നിർണായകമാകാൻ പോകുന്ന ഒന്ന് മുസ്ലിം ലീഗിന്റെ സീറ്റുകൾ തന്നെയായിരിക്കുമെന്നതിൽ തർക്കമില്ല. കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുകയാണ് UDF-നോടൊപ്പം തന്നെ ലീഗ്. ഇടയ്ക്ക് ലീഗ് മുന്നണി മാറുമോ എന്ന ചർച്ചകൾ പോലും വളരെ സജീവമായിരുന്നു. അപ്പോഴും UDF-നെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൈവിടാതെ പിടിച്ചു നിൽക്കുകയായിരുന്നു ലീഗ് എന്നതാണ്. അവിടെയാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം വിജയിച്ച 15 സീറ്റുകൾ പ്രധാനപ്പെട്ടതായി മാറിയത്. അപ്പോൾ കോൺഗ്രസിന് കേവലം 22 സീറ്റുകളിലാണ് വിജയിക്കാൻ സാധിച്ചിരുന്നത് എന്നതുകൂടിയാണ് അതിൽ പ്രധാനം. ആ സീറ്റ് നിലയാണ്, അതായത് UDF-നെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ 100-ലധികം സീറ്റുകൾ എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്കാണ് പോകുന്നത്. അതിൽ വലിയ സംഭാവന ചെയ്യാൻ ഇത്തവണ ലീഗിന് സാധിക്കുമെന്ന് UDF കണക്കാക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പശ്ചാത്തലം ആണ് ഇപ്പോൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.